ഇന്ന് പുതിയ രീതിയിലാണ് ഞാൻ ചീരവിത്ത് പാകി മുളപ്പിക്കാൻ പോകുന്നത്. അതായത് ഞാൻ പല രീതിയിലും ചീരവിത്ത് പാകി മുളപ്പിച്ചിരുന്നു. പക്ഷേ അതിലൊക്കെ ഏറ്റവും വിശ്വസനീയമായ ഒരു രീതിയാണ് ഇന്ന് ഞാൻ അവലംബിക്കുന്നത്. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് 365 ദിവസവും ചീര പറിക്കാം. എന്ന് മാത്രമല്ല, നമ്മൾ വിതയ്ക്കുന്ന ഒരു വിത്ത് പോലും കേടുവന്നു പോകില്ല, എല്ലാം മുളയ്ക്കും. അത്ര നല്ല രീതിയിലാണ് ഇന്ന് ചീരവിത്ത് പാകുന്നത്. അപ്പോൾ ഇത് ചകിരിച്ചോറാണ്. അപ്പോൾ സാധാരണ നമ്മൾ ചകിരിച്ചോറ് കടയിൽ നിന്ന് വാങ്ങിക്കുമ്പോൾ അവർ പറയും ഇത് ശുദ്ധി ചെയ്തതാണ് എന്ന് പറയാറുണ്ട്. മിക്കവാറും ആൾക്കാർ വേണ്ട രീതിയിൽ അത് ശുദ്ധി ചെയ്യുന്നില്ല. അതിൻ്റെ ഫലമായിട്ട് അതിൽ കറയുണ്ടാവും. ചകിരിച്ചോറിൽ ഒരുപാട് കറയുണ്ടാവും. അപ്പോൾ അത് 2-3 വട്ടം ശുദ്ധി ചെയ്യണം, എന്നാലേ അത് കറ പോയി കിട്ടുള്ളൂ. അത് ചെയ്യാറില്ല. അപ്പോൾ ഞാൻ പുതിയതായിട്ട് വാങ്ങിക്കുന്ന ചകിരിച്ചോറിൽ അങ്ങനെ അത് നന്നായിട്ട് അതിൽ കറ പോകുന്ന രീതിയിൽ ചെയ്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അങ്ങനെ ചെയ്തു വച്ചിരിക്കുന്ന ചകിരിച്ചോറാണിത്. അപ്പോൾ ഇത് ഞാൻ ഇന്ന് ചെയ്യുന്നത് ട്രേയിലാണ്. ഈ ട്രേയിലാണ് ഇന്ന് പാകുന്നത്. അപ്പോൾ വളരെ എളുപ്പമാണ്. അത് നമുക്ക് എടുക്കാനും ആവശ്യത്തിന് പറിച്ചധികം നടാനും ഒക്കെ എളുപ്പമാണ്. വേര് പൊട്ടില്ല എന്ന് തന്നെയല്ല, ഇത് കാറ്റത്തൊക്കെ ഒടിഞ്ഞ് വീഴില്ല. അല്ലാത്തതാണെങ്കിൽ ചീരവിത്തൊക്കെ ട്രേയിൽ നമ്മൾ പാകുമ്പോൾ മുളച്ച് വന്ന് ഇലയാവുന്നതിന് മുമ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒടിഞ്ഞ് കിടക്കും. അപ്പോൾ ഒരുപാട് അത് നാശനഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ഇതിലാവുമ്പോൾ ആ പ്രശ്നമില്ല. ഇതിൽ നമുക്ക് കുറച്ച് സൂഡോമോണസ് പൊടി വിതറി കൊടുക്കണം. കുറച്ച് മതി. ഇത് നനഞ്ഞ ചകിരിച്ചോറാണ് കേട്ടോ, ഈർപ്പമുള്ളതാണ്. ഇത്രയും ചെയ്താൽ മതി. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. കുമ്മായം ചേർത്ത് ചകിരിച്ചോറാണിത്. ഞാൻ കുമ്മായം കൂടെ അല്പം ചേർത്തിരുന്നു. കുമ്മായം ചേർക്കാത്തവരാണെങ്കിൽ ട്രൈക്കോഡർമയൊക്കെ അല്പം ചേർക്കുന്നത് നല്ലതാണ്. ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഈ സൂഡോമോണസ് മാത്രം മതിയാവും. ഇതിലേക്ക് നമുക്ക് ഈ ചകിരിച്ചോറ് വാരിയിടാം. ഒന്ന് നിരത്തി കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തേക്കും ആയിക്കോളും. നമ്മൾ ചകിരിച്ചോറ് ഇങ്ങനെ ഇട്ടിട്ട് മൊത്തം നമ്മൾ നിരത്തി കഴിയുമ്പോൾ ഇതിൽ എല്ലാ സ്ഥലത്തേക്കും ആകും. പിന്നെ ഇതിന് നമ്മളിതിൽ ചീരവിത്ത് വിതറാനാണ് പോകുന്നത്. അപ്പോൾ അതിനു മുമ്പ് ഇതൊന്ന് കുഴിക്കണം. എല്ലാം കുഴിക്കുന്നതിന് നമ്മൾ കൈകൊണ്ട് കുഴിക്കണ്ട. ഈ അടുത്ത ഇത് വെച്ചിട്ട് ഒന്ന് അമർത്തിയാൽ മതി. അപ്പോൾ 4 ട്രേ വെച്ചിട്ട് നമ്മളൊന്ന് അമർത്തി കഴിയുമ്പോൾ ഇവിടെ ചെറിയ ഗ്യാപ്പ് വന്നു. നിങ്ങൾക്ക് കാണാം ഇതിൽ നിറയെ എല്ലാത്തിലും ഗ്യാപ്പുണ്ട്. ഈ ഗ്യാപ്പിലേക്ക് ഇനി ചീരേരി വിതറിയാൽ മതി. ഇനി നമുക്ക് ചീരേരി എടുത്തിട്ട് ഇത് ഇങ്ങനെ ഇട്ട് പോയാൽ മതി. ഇങ്ങനെ എല്ലാത്തിലും ഇട്ട് പോവുക. ഇപ്പോൾ ഇത് നോക്കിയാൽ നമുക്ക് കാണാം കൃത്യമായിട്ട് ഇത് എല്ലാത്തിലും വിത്ത് ആവശ്യത്തിന് വീണിട്ടുണ്ട്. കണ്ടോ, അവരിങ്ങനെ ഓടിച്ചങ്ങ് പോവുക. ഇത് നമ്മൾ 8-10 എണ്ണമൊക്കെ എല്ലാ സ്ഥലത്തും വീണിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ചകിരിച്ചോറ് വിതറി കൊടുക്കുക. കൈ കൊണ്ട് ഇതിങ്ങനെ ഒന്ന് ചെയ്താൽ മതി. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒരുപാട് പേരിലേക്ക് ഇത് ഷെയർ ചെയ്യുക. അത് നമുക്ക് കൃഷിയെ സ്നേഹിക്കുന്നവരുണ്ടെങ്കിൽ അവരൊക്കെ അറിയട്ടെ. നിങ്ങൾ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങളുടെ കൃഷിയുടെ താല്പര്യവും അവർക്കത് അനുഭവവേദ്യമാകും. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് കുളിർക്കതൊന്നും കൂടെ ഇങ്ങനെ സ്പ്രെയർ വഴി വെള്ളം തളിച്ച് കൊടുത്താൽ മതി. കൈ കൊണ്ട് കുത്തി ഒഴിക്കരുത്. ഇതാണ് ഏറ്റവും നല്ല പരിപാടി.
ഇനി ഇത് മുളച്ച് കഴിഞ്ഞാലും ഒരു 7 ദിവസം ഇത് മാറ്റി വയ്ക്കുക. നമ്മൾ പറിച്ച് നടാറാവുന്നത് വരെ തണലത്ത് അധികം വെയിൽ കൊള്ളിക്കരുത്. ചെറിയ വെയിലിൻ്റെ ഷെയ്ഡ് വന്നാൽ കുഴപ്പമില്ല, നേരിട്ട് വെയിലത്ത് വയ്ക്കരുത്, തണലത്ത് മാറ്റി വയ്ക്കുക. ഇത് മുള വന്ന ഇതൊക്കെ ഞാൻ ഒരു വീഡിയോ കാണിക്കാം, ഒരാഴ്ച കഴിയട്ടെ. കാരണം ഇത് 2 ഇല വരുമ്പോൾ പറിച്ച് നടാവുന്നതാണ്. ഒരു 3 ദിവസം കഴിയുമ്പോൾ ഒന്നും കൂടി ഞാനിപ്പോൾ നനച്ചതുപോലെ സ്പ്രെയറിൽ വെള്ളം എടുത്തിട്ടൊന്ന് ചീറ്റിച്ച് നനച്ചു കൊടുക്കുക. അതുപോലെ ജൈവ കൃഷിക്ക് ആവശ്യമായ ഒരുപാട് പൊട്ടാഷ് അടങ്ങിയ ഉള്ളിത്തോല് പൊടിച്ചതും, ഇതൊക്കെ ഉള്ളിത്തോല് പൊടിച്ചതാണ്. പിന്നെ മുട്ടത്തുണ്ട് പൊടിച്ചതും ജൈവ കൃഷിക്ക് അത്യാവശ്യമാണ്. കാൽഷ്യം കണ്ടൻറ്റ് ഒരുപാടുള്ളതാണ്. ഇതെല്ലാം ഞാൻ ഓൺലൈനിൽ വിൽപ്പന നടത്തുന്നുണ്ട്. ഇപ്പോൾ കണ്ണിന് മാത്രമല്ല സർവ്വമായ ഔഷധ ഗുണമുള്ള യഥാർത്ഥ പൊന്നാങ്കണ്ണിച്ചീരയാണിത്. ഇത് ഞാൻ ഓൺലൈനിൽ വിൽക്കുന്നുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഇങ്ങനെ പറയാൻ പറ്റില്ല. നിങ്ങൾ വാട്സാപ്പിൽ ബന്ധപ്പെടുക. വാട്സാപ്പ് നമ്പർ ഞാൻ ഇതിൻ്റെ ചുവട്ടിൽ കൊടുക്കാം. അതുപോലെ വലിയ കറ്റാർവാഴ, ചെറിയ കറ്റാർവാഴ, ഇതെല്ലാം കറ്റാർവാഴ മുകളിൽ നിൽപ്പുണ്ട് ഒരുപാട്, അതെല്ലാം കൊടുക്കുന്നുണ്ട്. പിന്നെ അതുപോലെ ഈ വേര് പിടിപ്പിച്ച നമ്മുടെ കോവലിൻ്റെ തണ്ടുകൾ കൊടുക്കുന്നുണ്ട്. അത് കുറച്ചേ ഉള്ളൂ. മിക്കവാറും നിങ്ങളൊക്കെ ആവശ്യപ്പെടുമ്പോഴേക്കും അത് പോയി കാണും. ഇപ്പോൾ തിരികെ വരാം മറ്റൊരു വീഡിയോയുമായി. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.